ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ അവസ്ഥ. ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചതിന് സ്കൂൾ കുട്ടികളെ ശിക്ഷിച്ചു. നികുതികൾ വർദ്ധിപ്പിച്ചു. പുതിയ നികുതികൾ ഏർപ്പെടുത്തി. കർഷകരുടെ ജീവിതം ദുരിതപൂർണം. കരകൗശല തൊഴിലാളികളും നെയ്ത്തുകാരും പട്ടിണിയിലായി. അതെ, ബ്രിട്ടീഷുകാർ കൊല്ലും കൊല്ലിച്ചും ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി ഭരിച്ചു. അവരുടെ ഏതു നിയമങ്ങൾ അനുസരിക്കാനും ഇന്ത്യക്കാർ നിർബന്ധിതരായി. ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾക്കും അനീതിക്കുമെതിരെ അണിചേരാൻ ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു. പോരാട്ടങ്ങൾക്കായി അദ്ദേഹം സത്യാഗ്രഹം പോലുള്ള പുതിയ പുതിയ സമരരീതികൾ സ്വീകരിച്ചു. ചമ്പാരൻ സത്യാഗ്രഹം. ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിലെ കർഷകർ വലിയ കഷ്ടപ്പാടിലായിരുന്നു. അവർ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ കുറെ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും ബ്രിട്ടീഷുകാരായ തോട്ടമുടമകൾ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവ വിൽക്കാനും കൃഷിക്കാർ നിർബന്ധിതരായി. പിന്നീട് അവരിൽ നിന്നും അധിക നികുതിയും ഈടാക്കി. വിളവെടുപ്പ് കഴിയുന്തോറും കൃഷിക്കാർ കടത്തിൽ മുങ്ങിത്താണു. ഇവരുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും അറിഞ്ഞ് ഗാന്ധിജിയും അനുയായികളും ചമ്പാരൻ ഗ്രാമത്തിലെത്തി. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരം കർഷകരെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിച്ചു. ഉപ്പു സത്യാഗ്രഹം. 1930 മാർച്ച് 12 പ്രഭാതം. സബർമതി ആശ്രമം പതിവിലും നേരത്തെ ഉണർന്നു. നെഹ്റുവും സരോജിനി നായിഡുവും അടക്കം ആയിരങ്ങൾ അവിടെ തടിച്ചുകൂടി. അവരോടായി ഗാന്ധിജി പറഞ്ഞു, ഒന്നുകിൽ ലക്ഷ്യം തേടി ഞാൻ തിരിച്ചു വരും. പരാജയപ്പെട്ടാൽ ഞാൻ എന്റെ ശരീരം സമുദ്രത്തിന് സമർപ്പിക്കും. സബർമതിയിൽ നിന്ന് കാൽനടയായി ഏകദേശം 388 കിലോമീറ്റർ ദൂരം പൊള്ളുന്ന വെയിലിൽ നിന്ന് ഗാന്ധിജിയും അനുയായികളും ദണ്ഡിക്കടപ്പുറത്തെത്തി. ജനങ്ങൾ നോക്കി നിൽക്കെ അദ്ദേഹം ഒരു പിടി ഉപ്പ് വാരിയെടുത്ത് വലം കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു പിടി ഉപ്പ് ശക്തിയുടെ പ്രതീകമാണ്. ഉപ്പ് പിടിച്ച ഈ മുഷ്ടി പലപ്പോഴും തകർന്നേക്കാം, എന്നാലും ഈ ഉപ്പ് ഞാൻ വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര രംഗത്ത് ഉപ്പ് ശക്തിയുടെ പ്രതീകമായി. പഞ്ചാബിലെ ജാലിയൻ വാലാബാഗ് എന്ന സ്ഥലം വലിയ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട ഒറ്റപ്പെട്ട പ്രവേശന മാർഗം മാത്രമുള്ള ഒരു മൈതാനം. അവിടെ ബ്രിട്ടീഷ് നടപടികൾക്കെതിരെ പ്രതിഷേധിക്കാൻ ഒരു സമ്മേളനം നടക്കുകയാണ്. പെട്ടെന്നാണ് വെടിയൊച്ച കേട്ടത്. ഒന്നിനു പിറകെ മറ്റൊന്ന്. തുരുതുരെ വെടിയൊച്ച. വെടിമരുന്നുശാലയ്ക്ക് തീപിടിച്ചതുപോലെ പരിഭ്രാന്തരായ ആളുകൾ പരക്കം പാഞ്ഞു. വെടികൊണ്ടും തിരക്കിൽപ്പെട്ടും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. മുറിവേറ്റവർ അതിലേറെ. ഇന്ത്യൻ മനസാക്ഷിയെ നടുക്കിയ ഈ ദുരന്തം നടന്നത് 1919 ഏപ്രിൽ 13 ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു സമരമായി ഇത് മാറി.
पावन सीताराम। रघुपति राम राजा पतित पावन सीताराम। सीताराम सीताराम भज प्यारे